ഹായ് ഹലോ, ഞാൻ ബീന. ഞാൻ ഇന്ന് ഒരു ഞണ്ടിൻ്റെ റെസിപ്പിയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞണ്ട് നമുക്ക് പല വിധത്തിൽ കറി വെക്കാം. തേങ്ങ അരച്ച് കറി വെക്കാം, മുളകും കുടംപുളിയൊക്കെ ഇട്ട് കറി വെക്കുന്നവരുണ്ട്. അപ്പം ഇന്നിവിടെ ഞാൻ ഞണ്ട് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ ഞണ്ട് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 1 കിലോ ഞണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 സവാള, കുറച്ച് ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, 2 തക്കാളി. ഈ ചേരുവകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ഞണ്ട് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെക്കാം. അതിലേക്ക് ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതായത് 1 കിലോ ഞണ്ടുണ്ട്. 1 കിലോ ഞണ്ടിന് 3 to 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഒരു അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇതിനകത്തിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും കൂടെ ഇടാം. അതൊന്ന് ചെറുതായിട്ട് അധികം ഫ്രൈ ആവണ്ട. ഇതൊക്കെ ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ബാക്കിയുള്ള കൊച്ചുള്ളി, ഷാലറ്റ്സ് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നത്. ആക്ച്വലി കൊച്ചുള്ളിയാണ് എപ്പോഴും ടേസ്റ്റി. പക്ഷെ ഞാൻ 50-50 ഇവിടെ എടുത്തിരിക്കുന്നത്. സവാളയും കൊച്ചുള്ളിയും കൂടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള മാത്രം ആയിട്ടും എടുക്കാം, അല്ലെങ്കിൽ കൊച്ചുള്ളി മാത്രമാണെങ്കിൽ ഏറ്റവും ടേസ്റ്റി. അല്ലെങ്കിൽ സവാളയും കൊച്ചുള്ളിയും കൂടെ. ഞാനിപ്പോൾ സവാളയും കൊച്ചുള്ളിയും കൂടെയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്കൊരു അല്പം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളക്. ഒരു 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മുളക് പൊടിക്ക് വലിയ എരിവ് കാണത്തില്ല. പച്ചമുളക് അതുകൊണ്ട് 4 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളിയും സവാളയും എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും വഴണ്ടാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കറിവേപ്പില ഒന്ന് വഴണ്ട് വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാല എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി,
1 ടീസ്പൂൺ മസാല, ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇത് വഴറ്റണം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി. നല്ലതുപോലെ ഇത് വഴണ്ടി വരണം. മസാല എല്ലാം ഇട്ടൊന്ന് നല്ലപോലെ പച്ചമണം എല്ലാം മാറി നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാനൊരു 1.5 ടീസ്പൂൺ ഉപ്പെടുത്തു. തക്കാളി ചേർത്തിട്ടില്ല. തക്കാളി 2 തക്കാളി എടുത്തെങ്കിൽ ഞാൻ 1.5 തക്കാളി എടുത്തോളൂ. ഒരു വലിയ തക്കാളി, ഒരു മീഡിയം തക്കാളിയുടെ പകുതി. ഇതും കൂടെ ചേർത്തൊന്ന് വഴറ്റുക. തക്കാളി നല്ലപോലെ വെന്ത് ഇതിനകത്തോട്ട് ചേരണം. അതുവരെ ഇച്ചിരി ഒന്ന് ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വെച്ച് തക്കാളി വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആയിട്ട് ഞാൻ അടച്ച് വെച്ച് വെച്ച് ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിരുന്നു. തക്കാളി എല്ലാം നല്ലപോലെ വെന്ത് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഞണ്ട് കഷ്ണങ്ങൾ, വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് ഈ മഞ്ഞ കളറിൽ കാണുന്നത് ഈ ഞണ്ടിൻ്റെ പൊന്നെന്ന് പറയും. അതായത് അതിൻ്റെ ഈ മുട്ടയുടെ ഒരു ഇനിഷ്യൽ സ്റ്റേജാണിത്. ഇതാണ് പിന്നെ അവസാനം അത് മെച്ചുവറായിട്ട് മുട്ടയായിട്ട് വരുന്നത്. നമുക്കിതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലഷുള്ള ഞണ്ടാണ്. ചെറിയ ഞണ്ടാണെങ്കിലും നല്ല ഫ്ലഷുള്ള ഞണ്ടാണ്. മസാല നല്ലോണം ഞണ്ടിന് കുറച്ച് വേവുണ്ട്. അപ്പം നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു സാധനം കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാനുണ്ട്. ഈ ഞണ്ട് മസാല ആകുമ്പോൾ നല്ല എരിവ് ഉണ്ടാവണം. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഒന്ന് മുമ്പിൽ നിൽക്കണം. അപ്പം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ടുകൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വേവട്ടെ.
ഒരു 12 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് നോക്കാം നമുക്ക്. നമ്മൾ ഒഴിച്ച വെള്ളം എല്ലാം വറ്റി, ഞണ്ടിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും എല്ലാം വറ്റി, ഗ്രേവിയൊക്കെ എല്ലാം നല്ല തിക്കായിട്ട്, ഞണ്ടും നല്ല വെന്ത് എല്ലാം ചുമന്ന്. ഉപ്പെല്ലാം ഉണ്ടോ നോക്കട്ടെ. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഇനി ഒരു സാധനം കൂടി അതിനകത്തിൽ ചേർക്കാനുണ്ട്. ജസ്റ്റ് ഒരു ടീസ്പൂൺ, 2-3 തുള്ളി മതി ലെമൺ ജ്യൂസ്. അത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി തക്കാളി ഇട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഓക്കെ, നമ്മുടെ ഞണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില പ്ലസ് ഞാനിതിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ഇടുന്നുണ്ട്. ഇതും ഓപ്ഷനിലാണ്. നമുക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ കറിവേപ്പില മാത്രം മതി. പുതിനയിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇടുക. അതൊരു ഒരു 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 സ്പെഷ്യൽ ഫ്ലേവർ കിട്ടുക. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കഴിഞ്ഞു. സോ നമ്മുടെ സ്വാദിഷ്ടമായ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് നമുക്കിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞണ്ട് പല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഇത് ഒരു വിധത്തിലുള്ള ഞണ്ട് റോസ്റ്റ്. ഇതേപോലെ തന്നെ ഇനി തേങ്ങ അരച്ച് കറി വെക്കുന്നുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.